പുതിയ അധ്യയന വർഷത്തെ ക്ലാസുകൾ 90+ മൈ ട്യൂഷൻ ആപ്പിൽ ആരംഭിച്ചിരിക്കുന്നു. നമസ്കാരം, ഞാൻ ഉമേഷ് ശിവരാമൻ. ഹണ്ടൻ ന്യൂസ് ആരംഭിക്കുന്നു. പ്രധാന വാർത്തകൾ ആദ്യം. സംസ്ഥാനത്ത് 37,290 പേർക്ക് കൂടി കോവിഡ്. 32,978 പേർക്ക് രോഗമുക്തി. 24 മണിക്കൂറിനിടെ പരിശോധിച്ചത് 1,39,287 സാമ്പിളുകൾ. ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്ക് 26.77%. 143 ആരോഗ്യ പ്രവർത്തകർക്കും രോഗബാധ. 79 മരണം കൂടി സ്ഥിരീകരിച്ചതോടെ സംസ്ഥാനത്തെ ആകെ മരണം 5,958 ഉയർന്നു. 4,000 പിന്നിട്ട് മലപ്പുറം, എറണാകുളം ജില്ലകളിലെ പ്രതിദിന കോവിഡ് കേസുകൾ. മലപ്പുറം ജില്ലയിൽ പുതുതായി 4,774 പേർക്ക് കോവിഡ്. ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്ക് 35.64%. എറണാകുളം ജില്ലയിൽ 4,514 പേർക്ക് കൂടി കോവിഡ്. ആകെ രോഗം ബാധിച്ചവരുടെ എണ്ണം 65,000 കടന്നു. കേരളത്തിന്റെ വിപ്ലവ നായിക KR ഗൗരിയമ്മ അന്തരിച്ചു. 102 വയസ്സായിരുന്നു. അന്ത്യം വാർദ്ധക്യ സഹജമായ അസുഖങ്ങളെ തുടർന്ന് തിരുവനന്തപുരത്ത് വിടവാങ്ങിയത് കേരള രാഷ്ട്രീയം കണ്ട ഏറ്റവും കരുത്തിയായ വനിത. കേരളത്തിന്റെ ചരിത്രം മാറ്റിയെഴുതിയ സുപ്രധാന നിയമനിർമ്മാണങ്ങളുടെ ശില്പി. സംസ്കാരം ആലപ്പുഴയിലെ വലിയ ചുടുകാട്ടിൽ നടന്നു. മാടമ്പ് കുഞ്ഞിക്കുട്ടൻ അന്തരിച്ചു. അന്ത്യം തൃശൂരിൽ കോവിഡ് ബാധിച്ച് ചികിത്സയിലിരിക്കെ 81 വയസ്സിൽ. വിടവാങ്ങിയത് നോവൽ രചനയിലും തിരക്കഥാരചനയിലും അഭിനയത്തിലും കഴിവ് തെളിയിച്ച ബഹുമുഖ പ്രതിഭ. മൃതദേഹം ഔദ്യോഗിക ബഹുമതികളോടെ വേലൂർ കിലാരൂരിലെ വീട്ടുവളപ്പിൽ സംസ്കരിച്ചു. അന്തരിച്ച സംവിധായകനും തിരക്കഥാകൃത്തുമായ ഡെനിസ് ജോസഫിന് അന്ത്യാഞ്ജലി അർപ്പിച്ച് സിനിമാ സാംസ്കാരിക ലോകം. ഹൃദയാഘാതത്തെ തുടർന്ന് വിടവാങ്ങിയത് എക്കാലത്തെയും മികച്ച ഹിറ്റ് മേക്കർ. മറഞ്ഞത് ജനപ്രിയ സിനിമകളുടെ ശില്പിയെന്ന് മുഖ്യമന്ത്രിയുടെ അനുസ്മരണം. സംസ്കാരം ഏറ്റുമാനൂർ ചെറുവാണ്ടൂർ സെന്റ് സെബാസ്റ്റ്യൻസ് പള്ളിയിൽ നടന്നു. നിയന്ത്രണങ്ങൾ കർശനമാക്കി. ലോക്ഡൌൺ 4ാം ദിനം. ജില്ല വിട്ടുള്ള യാത്രകൾക്ക് നിയന്ത്രണം. പോലീസ് പാസ് ദുരുപയോഗം ചെയ്താൽ കർശന നടപടി. ലോക്ഡൌൺ നീട്ടണമോ എന്ന് 16 നടക്കുന്ന അവലോകന യോഗത്തിന് ശേഷം തീരുമാനിക്കുമെന്ന് ആരോഗ്യമന്ത്രി KK ശൈലജ. രാജ്യത്തെ പ്രതിദിന കോവിഡ് കേസുകളിൽ കുറവ്. പുതുതായി റിപ്പോർട്ട് ചെയ്തത് 3,29,942 പോസിറ്റീവ് കേസുകളും 3,876 മരണവും. തമിഴ്നാട്, കർണാടക, രാജസ്ഥാൻ, മിസോറാം, പുതുച്ചേരി എന്നിവിടങ്ങളിൽ സമ്പൂർണ്ണ ലോക്ഡൌൺ. കോവിഡ് വ്യാപനത്തിൽ നേരിയ കുറവെന്ന് കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം. രോഗവ്യാപനം തീവ്രമായിരുന്ന ഡൽഹി, മഹാരാഷ്ട്ര അടക്കം 10 സംസ്ഥാനങ്ങളിൽ രോഗവ്യാപനം കുറഞ്ഞു. കേരളമടക്കം 16 സംസ്ഥാനങ്ങളിൽ രോഗവ്യാപനം കൂടിയെന്നും ആരോഗ്യ മന്ത്രാലയം. രാജ്യത്ത് 2ാം ഡോസ് വാക്സിൻ എടുക്കാനുള്ളവർക്ക് മുൻഗണന നൽകണമെന്ന് കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം. 70% വാക്സിന് 2ാം ഡോസുകാർക്കായി മാറ്റിവെക്കണമെന്ന് സംസ്ഥാനങ്ങൾക്ക് നിർദ്ദേശം. വാക്സിൻ പാഴാക്കുന്നത് കുറയ്ക്കണമെന്നും കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം. സംസ്ഥാനത്തെ വാക്സിൻ വിതരണത്തിൽ സുതാര്യത വേണമെന്ന് ഹൈക്കോടതി. സ്റ്റോക്കിന്റെ വിശദാംശങ്ങൾ കോവിഡ് ജാഗ്രതാ പോർട്ടലിൽ വെളിപ്പെടുത്താൻ സാധിക്കില്ല എന്ന് കോടതി. നിലപാടറിയിക്കാൻ സർക്കാർ നിർദ്ദേശം. കേസ് വെള്ളിയാഴ്ച വീണ്ടും പരിഗണിക്കും. വാക്സിൻ ഉപയോഗത്തിൽ മാതൃകയായി കേരളം. കേരളത്തിന്റെ വാക്സിൻ വേസ്റ്റേജ് -5.62. വാക്സിൻ പാഴാക്കുന്നതിൽ മുന്നിൽ ഹരിയാന. ഹരിയാനയുടെ വാക്സിൻ വേസ്റ്റേജ് 6.49. കോവിഡ് വ്യാപനം രൂക്ഷമായ നഗരങ്ങളിൽ വാക്സിനേഷൻ നടത്തിയതിൽ കൊച്ചി മുന്നിലെന്ന് എറണാകുളം ജില്ലാ കോവിഡ് വാക്സിനേഷൻ നോഡൽ ഓഫീസർ ഡോക്ടർ ശിവദാസ്. സംസ്ഥാനത്ത് വെള്ളിയാഴ്ച മുതൽ ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പ്. തെക്ക് കിഴക്കൻ അറബിക്കടലിൽ രൂപപ്പെടുന്ന ന്യൂനമർദ്ദം ശക്തി പ്രാപിച്ച് ഞായറാഴ്ചയുടെ ചുഴലിക്കാറ്റായി മാറാൻ സാധ്യത. തെക്കൻ കേരളത്തിലും മധ്യ കേരളത്തിലും മഴ കനക്കും. വെള്ളിയാഴ്ച തിരുവനന്തപുരം, കൊല്ലം ജില്ലകളിൽ ഓറഞ്ച് അലർട്ട്. വ്യാഴാഴ്ച മുതൽ കേരള തീരത്തു നിന്നുള്ള മത്സ്യബന്ധനത്തിന് നിരോധനം. ഡൽഹിയിലെ സെൻട്രൽ വിസ്റ്റ പ്രൊജക്ടിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ കോവിഡ് മാനദണ്ഡങ്ങൾ പാലിച്ചുകൊണ്ടെന്ന് കേന്ദ്ര സർക്കാരിന്റെ എതിർ സത്യവാങ്മൂലം. തൊഴിലാളികൾക്ക് മെഡിക്കൽ സഹായം ഉറപ്പാക്കിയിട്ടുണ്ട്. ഡൽഹിയിലെ 16 ഇടങ്ങളിൽ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ട്. ഹർജിക്കാർ സെൻട്രൽ വിസ്റ്റ പ്രൊജക്ടിന്റെ പിന്നാലെ മാത്രമെന്നും പൊതു താൽപര്യ ഹർജികൾ പിഴസഹിതം തള്ളണമെന്നും കേന്ദ്ര സർക്കാർ ഡൽഹി ഹൈക്കോടതി. തിരുപ്പതിയിൽ ഓക്സിജൻ കിട്ടാതെ മരിച്ചവരുടെ കുടുംബങ്ങൾക്ക് നഷ്ടപരിഹാരം പ്രഖ്യാപിച്ച് ആന്ധ്രാപ്രദേശ് മുഖ്യമന്ത്രി YS ജഗൻമോഹൻ റെഡ്ഡി. 10 ലക്ഷം രൂപ നഷ്ടപരിഹാരം നൽകും. അന്വേഷണ റിപ്പോർട്ട് ഉടൻ സമർപ്പിക്കാനും നിർദ്ദേശം. ഒറ്റ MLA-മാരുള്ള പാർട്ടികളുടെ മന്ത്രിസഭാ പ്രാതിനിധ്യം സംബന്ധിച്ച് നിലപാട് വ്യക്തമാക്കാതെ CPIM. മന്ത്രിസ്ഥാനം വേണമെന്ന് ഉപേക്ഷിച്ച ചർച്ചയിൽ ആവശ്യം. LDF യോഗത്തിന് മുൻപ് തീരുമാനമറിയിക്കാമെന്ന് CPIM.
കാസർഗോഡ് അരമന ആശുപത്രിയിലെ ഓക്സിജൻ ക്ഷാമത്തിന് താൽക്കാലിക പരിഹാരം. കാസർഗോഡ് ജനറൽ ആശുപത്രിയിൽ നിന്ന് 4 സിലിണ്ടറുകൾ എത്തിച്ചു. 15 സിലിണ്ടറുകൾ കൂടി കണ്ണൂരിൽ നിന്ന് എത്തിക്കും. പാർട്ടിയിൽ നേതൃമാറ്റം ആവശ്യപ്പെട്ട് യൂത്ത് കോൺഗ്രസ്, KPCC പ്രസിഡന്റ്, പ്രതിപക്ഷ നേതാവ്, UDF കൺവീനർ എന്നിവരെ മാറ്റണമെന്നാവശ്യപ്പെട്ട് ഹൈക്കമാൻഡിന് കത്ത്. ജംബോ കമ്മിറ്റികൾ പിരിച്ചുവിടണമെന്നും ആവശ്യം. കേരളത്തിലെ കോൺഗ്രസ് നേതാക്കൾക്കെതിരെ രൂക്ഷ വിമർശനവുമായി രാഹുൽ ഗാന്ധി. കേരളത്തിലെ ഗ്രൂപ്പുകളുടെ പ്രവർത്തനം നിയന്ത്രിച്ചേ മതിയാകുമെന്ന് സോണിയാഗാന്ധിയെ നിലപാടറിയിച്ചു. തെരഞ്ഞെടുപ്പ് തോൽവിയുടെ ഉത്തരവാദിത്തം മുതിർന്ന നേതാക്കൾക്കെന്നും രാഹുൽ ഗാന്ധി. കോൺഗ്രസിനെ കൈപ്പിടിയിലൊതുക്കാൻ പോഷക സംഘടനകളെ രംഗത്തിറക്കി AI ഗ്രൂപ്പുകൾ. രാജ്യത്തിന്നും ഇന്ധനവില കൂട്ടി. പെട്രോളിന് 27 പൈസയും ഡീസലിന് 32 പൈസയും വർദ്ധിപ്പിച്ചു. കൊച്ചിയിൽ പെട്രോളിന് ലിറ്ററിന് 91 രൂപ 90 പൈസ, ഡീസലിന് 86 രൂപ 80 പൈസ. സ്വർണ്ണവിലയിലും വർധന. പവന് 80 രൂപ കൂടി 35,760 രൂപയായി. 1 ഗ്രാമിന് 4,470 രൂപ. ദേശീയവാർത്ത. തെലങ്കാനയിൽ സമ്പൂർണ്ണ ലോക്ഡൌൺ. നിയന്ത്രണം നാളെ മുതൽ ഈ മാസം 22 വരെ. അവശ്യ സാധനങ്ങൾ വിൽക്കുന്ന കടകൾ രാവിലെ 6 മുതൽ രാവിലെ 10 വരെ തുറക്കാം. തീരുമാനം ഇന്ന് ചേർന്ന മന്ത്രിസഭാ യോഗത്തിൽ. ഇന്ത്യൻ കൊറോണ വകഭേദത്തെ വേരിയന്റ് ഓഫ് കൺസേൺ വിഭാഗത്തിൽ ഉൾപ്പെടുത്തി WHO. നടപടി ഇന്ത്യൻ വകഭേദത്തിന് അതിവ്യാപന ശേഷിയുണ്ടെന്ന് കണ്ടെത്തിയതിനെ തുടർന്ന് വൈറസിന്റെ അതിവേഗ വ്യാപനത്തിൽ ആശങ്കയെന്ന് WHO കോവിഡ് ടെക്നിക്കൽ മേധാവി ഡോക്ടർ മരിയ വാൻ കെർഗോവ. മിസ്റ്റർ ഇന്ത്യയും ബോഡി ബിൽഡറുമായ സെന്തിൽ കുമാരൻ സെൽവരാജൻ കോവിഡ് ബാധിച്ചു മരിച്ചു. ചികിത്സയ്ക്കിടെ ഹൃദയാഘാതം സംഭവിക്കുകയായിരുന്നു. അന്താരാഷ്ട്ര ശരീര സൗന്ദര്യ മത്സരവേദികളിൽ ഇന്ത്യയുടെ ഭാവി പ്രതീക്ഷയായിരുന്നു. കോവിഡ് ബാധിതരിൽ കണ്ടുവരുന്ന ബ്ലാക്ക് ഫംഗസ് ബാധയ്ക്ക് മതിയായ ചികിത്സ ലഭിച്ചില്ലെങ്കിൽ മരണം സംഭവിച്ചേക്കാമെന്ന് മുന്നറിയിപ്പ്. രോഗനിർണയം, ലക്ഷണങ്ങൾ, ചികിത്സ എന്നിവയടങ്ങിയ മാർഗനിർദ്ദേശം പുറത്തിറക്കി. മഹാരാഷ്ട്രയിൽ രോഗം ബാധിച്ച് മരിച്ചത് 8 പേർ. ഗുജറാത്തിലും തെലങ്കാനയിലും രോഗം പടരുന്നതായി റിപ്പോർട്ട്. കോവിഡ് ബാധിച്ച് മരിച്ചവരുടെ മൃതദേഹങ്ങൾ ഗംഗയിൽ ഒഴുക്കരുതെന്ന് സംസ്ഥാനങ്ങൾ. നിർദ്ദേശം ഉത്തർപ്രദേശ്, ബീഹാർ, ഉത്തരാഖണ്ഡ് സംസ്ഥാനങ്ങളുടേത്. ബീഹാറിലെ ബക്സറിലും ഉത്തർപ്രദേശിലെ ഹാമിർപൂരിലും ഇന്നലെ കണ്ടെത്തിയത് 45-ലധികം മൃതദേഹങ്ങൾ. രാജ്യത്ത് കൂടുതൽ ഓക്സിജൻ പ്ലാന്റുകൾ സ്ഥാപിക്കാൻ ജപ്പാനുമായി കരാറിലേർപ്പെട്ട് ഇന്ത്യൻ യുണൈറ്റഡ് നേഷൻസ് ഡെവലപ്മെന്റ് പ്രോഗ്രാം. രാജ്യത്തെ വടക്കിഴക്കൻ മേഖലയിൽ ഓക്സിജൻ നിർമ്മാണ പ്ലാന്റുകൾ സ്ഥാപിക്കും. ഇന്ത്യക്ക് സഹായവുമായി ട്വിറ്റർ. കോവിഡ് പ്രതിരോധ പ്രവർത്തനങ്ങൾക്കായി സംഭാവന നൽകിയത് $15 മില്യൺ. കെയർ എയ്ഡ് ഇന്ത്യ, സേവ ഇന്റർനാഷണൽ, US എന്നീ NGOകൾക്ക് തുക കൈമാറി. പശ്ചിമബംഗാളിൽ 25-കാരിയെ ബലാത്സംഗം ചെയ്ത കേസിൽ പ്രത്യേക അന്വേഷണ സംഘം രൂപീകരിച്ച് പോലീസ്. 6 പ്രതികൾക്കെതിരെ FIR രജിസ്റ്റർ ചെയ്തു. എല്ലാ പ്രതികൾക്കും നോട്ടീസ് അയച്ചതായി ബഹദൂർഗഡ് DSP. ഗുജറാത്തിലെ രാത്രികാല കർഫ്യൂ ഈ മാസം 18 വരെ നീട്ടി. രാത്രി 8 മുതൽ രാവിലെ 6 വരെ 36 നഗരങ്ങളിലാണ് കർഫ്യൂ ഏർപ്പെടുത്തിയിരിക്കുന്നത്. ജമ്മു കശ്മീരിൽ സംയുക്ത ഓപ്പറേഷനിൽ കുപ്വാര ജില്ലയിലെ ക്രാൽപോറ പ്രദേശത്ത് തീവ്രവാദി അറസ്റ്റ് ചെയ്ത് പോലീസ്. 10 ഗ്രനേഡുകളും വെടിയുണ്ടകളും പിടികൂടി. രാജ്യത്ത് ഇതുവരെ കോവിഡ് ബാധിച്ച് മരിച്ചത് 2000 റെയിൽവേ ജീവനക്കാർ. പ്രതിദിനം 1000-ഓളം ജീവനക്കാർക്ക് കോവിഡ് ബാധിക്കുന്നുണ്ടെന്ന് റെയിൽവേ മന്ത്രാലയം. ജീവനക്കാരും കുടുംബാംഗങ്ങളുമായി 4000 പേർ ചികിത്സയിലുണ്ടെന്നും റിപ്പോർട്ട്. ജീവനക്കാർക്ക് സൗജന്യ വാക്സിനേഷൻ ക്യാമ്പയിനുമായി ഇന്റൽ മണി. കേരളവും തമിഴ്നാടും അടക്കം 6 ജില്ലകളിലെ 4500 ജീവനക്കാർക്ക് വാക്സിൻ നൽകും. കോവിഡ് ചികിത്സയ്ക്കായി ചാണകം ഉപയോഗിക്കുന്നതിനെതിരെ മുന്നറിയിപ്പുമായി ആരോഗ്യ വിദഗ്ധർ. ചാണകമോ ഗോമൂത്രമോ ഉപയോഗിക്കുന്നതിലൂടെ കോവിഡ് ഭേദമാക്കാനാകുമെന്ന വാദത്തിന് തെളിവില്ല. അശാസ്ത്രീയമായ മാർഗങ്ങൾ മറ്റു രോഗങ്ങൾക്ക് കാരണമായേക്കുമെന്ന് മുന്നറിയിപ്പ്. അന്താരാഷ്ട്ര വാർത്തകൾ. ലോകത്ത് കോവിഡ് ബാധിച്ചവരുടെ എണ്ണം 15,96,00,000 കടന്നു. ആകെ മരണം 33 ലക്ഷത്തിലധികം. ചികിത്സയിൽ കഴിയുന്ന 1 ലക്ഷത്തിലേറെ പേരുടെ നില അതീവ ഗുരുതരം. റഷ്യയിലെ കസാനിൽ സ്കൂൾ വിദ്യാർത്ഥികൾക്ക് നേരെ വെടിവെപ്പ്. 7 വിദ്യാർത്ഥികളും 2 അധ്യാപകരും കൊല്ലപ്പെട്ടു. 7 കുട്ടികൾ ഉൾപ്പെടെ 10 പേർക്ക് ഗുരുതര പരിക്ക്. അക്രമികളിൽ ഒരാളായ 17-കാരൻ പിടിയിൽ. തോക്ക് നിയന്ത്രണ നിയമങ്ങൾ പുനഃപരിശോധിക്കാൻ ഉത്തരവിട്ട് റഷ്യൻ പ്രസിഡന്റ് വ്ളാദിമിർ പുടിൻ. തീരുമാനം കസാനിൽ സ്കൂൾ വിദ്യാർത്ഥികൾക്ക് നേരെയുണ്ടായ വെടിവെപ്പിൽ 9 പേർ മരിച്ച സാഹചര്യത്തിൽ തോക്ക് കൈവശം വയ്ക്കാവുന്നവരുടെ എണ്ണത്തിലും പ്രായത്തിലും മാറ്റം വരുത്തിയേക്കും. ജപ്പാനിലെ സക്കായി കെമിക്കൽ ഇൻഡസ്ട്രിയുടെ യുമോട്ടോ ഫാക്ടറിയിൽ സ്ഫോടനം. 4 പേർക്ക് പരിക്ക്, ഒരാളുടെ നില ഗുരുതരം. വാതക ചോർച്ചയില്ലെന്ന് പ്രാഥമിക നിഗമനം.
ഫിലിപ്പൈൻസിൽ ആദ്യമായി ജനിതകമാറ്റം വന്ന ഇന്ത്യൻ കൊറോണ വൈറസ് വകഭേദം റിപ്പോർട്ട് ചെയ്തു. ഇതുവരെ സ്ഥിരീകരിച്ചത് 2 കേസുകൾ. യുഎഇയിൽ നിന്നും കടൽ മാർഗം എത്തിയവർക്കാണ് രോഗബാധയെന്ന് ഫിലിപ്പൈൻസ് ആരോഗ്യ മന്ത്രാലയം. ഓസ്ട്രേലിയയിലെ വിക്ടോറിയയിൽ 2 മാസത്തിന് ശേഷം വീണ്ടും കോവിഡ് റിപ്പോർട്ട് ചെയ്തു. ഉറവിടം കണ്ടെത്തുമെന്നും സുരക്ഷാ മുൻകരുതലുകൾ സ്വീകരിക്കുമെന്നും സർക്കാർ. ജനങ്ങൾക്ക് കർശന ജാഗ്രതാ നിർദ്ദേശം. 100ാം വാർഷികാഘോഷങ്ങൾക്ക് തുടക്കം കുറിച്ച് ചൈനയിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി. പാർട്ടിയുമായി ബന്ധപ്പെട്ട ചരിത്ര പ്രാധാന്യ സ്ഥലങ്ങളിൽ വിനോദസഞ്ചാരികൾക്കും തൊഴിലാളികൾക്കും പ്രവേശനാനുമതി. പാർട്ടി സ്ഥാപിതമായത് 1921 ജൂലൈ 23. അടുത്ത മാസം സിംഗപ്പൂർ സന്ദർശനത്തിനൊരുങ്ങി ജപ്പാൻ പ്രധാനമന്ത്രി യോഷിഹിഡെ സുഗ. സിംഗപ്പൂരിൽ നടക്കുന്ന സുരക്ഷാ യോഗത്തിന്റെ ഭാഗമാകും. ചൈനയുടെ അധിനിവേശ പ്രശ്നവും ചർച്ചയാകും. 2 പതിറ്റാണ്ടിനിടയിൽ പുനരുപയോഗ ഊർജ്ജോൽപാദനത്തിൽ വൻ വളർച്ച രേഖപ്പെടുത്തിയതായി അന്താരാഷ്ട്ര ഊർജ്ജ ഏജൻസി. രേഖപ്പെടുത്തിയത് 2019-ലേക്കാൾ 45% വർധന. 1999 ശേഷമുള്ള ഏറ്റവും ഉയർന്ന വളർച്ചാ നിരക്കാണ് ഇത്. ഇസ്രായേൽ ഹമാസ് സംഘർഷം രൂക്ഷം. ഗസയിൽ 22 പലസ്തീനികൾ കൊല്ലപ്പെട്ടതായി റിപ്പോർട്ടുകൾ. മേഖലയിൽ 100-ലേറെ പേർക്ക് പരിക്കെന്ന് ആരോഗ്യ വിഭാഗം. ബ്രിട്ടീഷ് സ്വീഡിഷ് ഫാർമസ്യൂട്ടിക്കൽ ഗ്രൂപ്പായ അസ്ട്രാസെനേക്കയ്ക്ക് മേൽ സമ്മർദ്ദം കടുപ്പിച്ച് യൂറോപ്യൻ യൂണിയൻ. ജൂലൈക്ക് മുൻപ് 90 ദശലക്ഷം ഡോസ് വാക്സിൻ വിതരണം ചെയ്യണമെന്ന് നിർദ്ദേശം. നടപടി ലോകത്ത് കോവിഡ് വ്യാപന സാഹചര്യം നിലനിൽക്കുന്നതിനാൽ. ഇറ്റാലിയൻ മുൻ പ്രധാനമന്ത്രി സിൽവിയോ ബെർലുസ്കോണി ആശുപത്രിയിൽ. കോവിഡാനന്തര അസ്വസ്ഥതകളെ തുടർന്നാണ് ആശുപത്രിയിലേക്ക് മാറ്റിയത്. 3ാം തവണയാണ് സിൽവിയോ ബെർലുസ്കോണിയെ ആശുപത്രിയിലേക്ക് മാറ്റുന്നത്. ആഴ്ചകൾക്ക് ശേഷം പൊതുപരിപാടിയിൽ പങ്കെടുത്ത എലിസബത്ത് രാജ്ഞി ഇന്ന് ചേർന്ന പാർലമെന്റ് യോഗത്തിൽ കോവിഡാനന്തര നിയമനിർമ്മാണ അജണ്ട അവതരിപ്പിച്ചു. പ്രിൻസ് ഫിലിപ്പിന്റെ സംസ്കാര ചടങ്ങുകൾക്ക് ശേഷം ആദ്യമായാണ് രാജ്ഞി പൊതുപരിപാടിയിൽ പങ്കെടുത്തത്. രാജ്യത്തെ 41 പ്രവിശ്യകളിൽ വരൾച്ച അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ച് കാലിഫോർണിയ ഗവർണർ ഗാവിൻ ന്യൂസോം. തീരുമാനം ഏപ്രിൽ-മെയ് മാസങ്ങളിൽ ശരാശരിയിൽ കൂടുതൽ താപനില രേഖപ്പെടുത്തിയതിനു പിന്നാലെ. സ്പോർട്സ് വാർത്ത. സ്പാനിഷ് ലാലിഗയിൽ ബാഴ്സലോണയ്ക്ക് നിർണായക മത്സരം. ലെവന്റെയാണ് എതിരാളി. ജയിച്ചാൽ മെസ്സിക്കും കൂട്ടർക്കും ലീഗിൽ ഒന്നാമതെത്താം. മത്സരം പുലർച്ചെ 1:30. ഇംഗ്ലീഷ് പ്രീമിയർ ലീഗിൽ ബേൺലി എഫ്സിക്ക് ജയം. ഹുൾഫാമിനെ തോൽപ്പിച്ചത് മറുപടിയില്ലാത്ത 2 ഗോളിന്. ജയത്തോടെ 39 പോയിന്റുമായി ബേൺലി എഫ്സി ലീഗിൽ 14ാമത്. ഇംഗ്ലീഷ് പ്രീമിയർ ലീഗിൽ ഇന്ന് തീപാറും പോരാട്ടം. മാഞ്ചസ്റ്റർ യുണൈറ്റഡ് ലെസ്റ്റർ സിറ്റിയെ നേരിടും. മത്സരം രാത്രി 10:30. ഇറ്റാലിയൻ സീരിയയിൽ നാപ്പോളി ഉഡിനീസ് പോരാട്ടം. പോയിന്റ് നിലയിൽ നാപ്പോളി 4ാമതും ഉഡിനീസ് 11ാം സ്ഥാനത്തും. മത്സരം രാത്രി 12:15. മാഞ്ചസ്റ്റർ യുണൈറ്റഡ് സ്ട്രൈക്കർ എഡിസൺ കവാനി ടീമിൽ തുടരും. യുണൈറ്റഡുമായി 1 വർഷത്തെ പുതിയ കരാറിൽ ഒപ്പുവെച്ചു. അവസാന 7 മത്സരങ്ങളിൽ 8 ഗോളുകളാണ് കവാനി നേടിയത്. ഇന്ത്യ ശ്രീലങ്ക ക്രിക്കറ്റ് പരമ്പരയ്ക്ക് ജൂലൈയിൽ തുടക്കം. പരമ്പരയിലുള്ളത് 3 ഏകദിനങ്ങളും 3 ട്വന്റി മത്സരങ്ങളും. ആദ്യ ഏകദിനം ജൂലൈ 13. ജില്ലാ വാർത്തകൾ. തിരുവനന്തപുരം ജില്ലയിൽ 3700 പേർക്ക് കൂടി കോവിഡ്. 3287 പേർക്ക് സമ്പർക്കത്തിലൂടെ രോഗബാധ. ജില്ലയിൽ ഇന്ന് 2831 പേർക്ക് രോഗമുക്തി. KSEB ജീവനക്കാരെ കോവിഡ് മുൻനിര പോരാളികളായി കണക്കാക്കണമെന്ന് കേരള പവർ വർക്കേഴ്സ് കോൺഗ്രസ്. കോവിഡ് ബാധിച്ച് 5 ജീവനക്കാർ മരിച്ചെന്നും 1782 പേർ ചികിത്സയിലാണെന്നും ജനറൽ സെക്രട്ടറി പ്രദീപ് നെയ്യാറ്റിൻകര. വാക്സിൻ ലഭ്യമാക്കാതെ തൊഴിലാളികളെ പണിയെടുപ്പിക്കുന്നത് മനുഷ്യത്വരഹിതമെന്നും സംഘടന. കൊല്ലം ജില്ലയിൽ 2888 പേർക്ക് കൂടി കോവിഡ്. 2875 പേർക്ക് സമ്പർക്കത്തിലൂടെ രോഗബാധ. ജില്ലയിൽ ഇന്ന് 1927 പേർക്ക് രോഗമുക്തി. കൊല്ലം തെന്മലയിൽ കാട്ടാന ശല്യം രൂക്ഷം. കുന്നത്തുമല ശിവക്ഷേത്രത്തിന് സമീപമെത്തിയ കാട്ടാനകൾ മണിക്കൂറുകളോളം നാട്ടുകാരെ പരിഭ്രാന്തിയിലാക്കി. പ്രദേശത്ത് സോളാർ വേലികൾ സ്ഥാപിക്കണമെന്ന് നാട്ടുകാർ. കോവിഡ് കാലത്ത് സ്റ്റേജ് കലാകാരന്മാർക്ക് ആശ്വാസമാകാൻ മലയാള ചലച്ചിത്രം. 60-ലധികം സ്റ്റേജ് കലാകാരന്മാരെ അണിനിരത്തി നിർമ്മിക്കുന്ന ഇടതു വലത് തിരിഞ്ഞെന്ന സിനിമ മെയ് 21 OTT റിലീസ് ചെയ്യും. പ്രസാദ് നൂർനാടാണ് സംവിധാനം.
കൊല്ലം തിരുമംഗലം ദേശീയപാതയിൽ കുന്നിക്കോട് പച്ചിലവളവിൽ സംരക്ഷണ ഭിത്തിയുടെ നിർമ്മാണം പുരോഗമിക്കുന്നു. പുനലൂർ മുതൽ അമ്പലത്തിൻകാല വരെയുള്ള നിർമ്മാണത്തിനായി അനുവദിച്ചത് 42 കോടി രൂപ. റോഡിന് വീതി കൂട്ടി ഇരുവശത്തും സംരക്ഷണ ഭിത്തി നിർമ്മിക്കാൻ തീരുമാനിച്ചത് പ്രദേശത്ത് അപകടം പതിവായ സാഹചര്യത്തിൽ. പത്തനംതിട്ട ജില്ലയിൽ 1224 പേർക്ക് കൂടി കോവിഡ്. 1212 പേർക്ക് സമ്പർക്കത്തിലൂടെ രോഗബാധ. 11 പേരുടെ രോഗ ഉറവിടം അവ്യക്തം. ജില്ലയിൽ ഇന്ന് 1250 പേർക്ക് രോഗമുക്തി. ആലപ്പുഴയിൽ കുടിവെള്ളത്തിനായി ജനപ്രതിനിധിയുടെ ഒറ്റയാൾ സമരം. എടത്വ ജല അതോറിറ്റിയിൽ കോവിഡ് പ്രോട്ടോകോൾ പാലിച്ച് സമരം നടത്തിയത് ചമ്പക്കുളം ബ്ലോക്ക് പഞ്ചായത്ത് അംഗം അജിത് കുമാർ പിഷാരത്ത്. തെക്കേ തലവടി ഭാഗത്തെ ശുദ്ധജലക്ഷാമം പരിഹരിക്കണമെന്നായിരുന്നു ആവശ്യം. ആലപ്പുഴ ജില്ലയിൽ 2460 പേർക്ക് കൂടി കോവിഡ്. 2451 പേർക്ക് സമ്പർക്കത്തിലൂടെ രോഗബാധ. ജില്ലയിൽ ഇന്ന് 1708 പേർക്ക് രോഗമുക്തി. കോട്ടയം ജില്ലയിൽ 20 മൈക്രോ കണ്ടെയ്ൻമെന്റ് സോണുകൾ കൂടി. 30 വാർഡുകളെ കണ്ടെയ്ൻമെന്റ് സോൺ പട്ടികയിൽ നിന്നും ഒഴിവാക്കി. നിലവിൽ ജില്ലയിലുള്ളത് 964 മൈക്രോ കണ്ടെയ്ൻമെന്റ് സോണുകൾ. കോട്ടയം ജില്ലയിൽ 2566 പേർക്ക് കൂടി കോവിഡ്. 2369 പേർക്ക് സമ്പർക്കത്തിലൂടെ രോഗബാധ. ജില്ലയിൽ ഇന്ന് 1975 പേർക്ക് രോഗമുക്തി. കോട്ടയം മെഡിക്കൽ കോളേജിലെ ഓക്സിജൻ പ്ലാന്റ് പ്രവർത്തനം തുടങ്ങി. നിലവിലെ ഓക്സിജൻ ആവശ്യകതയുടെ 50% പ്ലാന്റിൽ നിന്ന് ലഭ്യമാക്കും. പ്ലാന്റ് യാഥാർത്ഥ്യമായത് കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ സംയുക്ത പദ്ധതിയിലൂടെ. മകളുടെ വിവാഹ ചെലവിനായി കരുതിയ തുക കോവിഡ് പ്രതിരോധ പ്രവർത്തനങ്ങൾക്ക് നൽകി മാതൃകയായി ദമ്പതികൾ. പഞ്ചായത്തിന്റെ പ്രതിരോധ പ്രവർത്തനങ്ങൾക്കായി പണം നൽകിയത് കോട്ടയം വെള്ളാവൂർ സ്വദേശികളായ അനിൽകുമാറും ഭാര്യ സുശീല ദേവിയും. തുക ഏറ്റുവാങ്ങി കാഞ്ഞിരപ്പള്ളി MLA ഡോക്ടർ N ജയരാജ്. ഇടുക്കി ജില്ലയിൽ 1056 പേർക്ക് കൂടി കോവിഡ്. 1035 പേർക്ക് സമ്പർക്കത്തിലൂടെ രോഗബാധ. ജില്ലയിൽ ഇന്ന് 1164 പേർക്ക് രോഗമുക്തി. ഇടുക്കി ജില്ലയിലെ കാന്തല്ലൂരിൽ പാകമായ പഴവർഗ്ഗങ്ങൾ വാങ്ങാൻ ആളില്ലാതെ ദുരിതത്തിലായി കർഷകർ. പ്ലം, പീച്ചസ്, ഫാഷൻ ഫ്രൂട്ട് തുടങ്ങിയ പഴവർഗ്ഗങ്ങളാണ് പാടത്ത് തന്നെ കിടന്ന് നശിക്കുന്നത്. പഴവർഗ്ഗങ്ങൾ സംഭരിക്കാനുള്ള നടപടി അധികൃതർ സ്വീകരിക്കണമെന്ന് കർഷകർ. ഇടുക്കി മറയൂർ മേഖലകളിലെ ശർക്കര ഉൽപാദകർ പ്രതിസന്ധിയിൽ. കോവിഡിനെ തുടർന്ന് വിനോദസഞ്ചാരികളുടെ വരവ് കുറഞ്ഞത് വ്യാപാരത്തിന് തിരിച്ചടിയായി. വിലക്കുകൾ മൂലം വിറ്റഴിക്കാൻ സാധിക്കാതെ ശർക്കര കൂട്ടിയിട്ടിരിക്കുകയാണെന്ന് ഉൽപാദകർ. കുമളി ചെക്ക് പോസ്റ്റ് വഴി കാറിൽ ഒളിപ്പിച്ച് കടത്തിയ 3 ലിറ്ററോളം മദ്യവും 300 കിലോ നിരോധിത കീടനാശിനിയും പിടിച്ചെടുത്തു. മേപ്പാറ സ്വദേശികളായ മുത്തുകുമാർ, പ്രകാശ് എന്നിവർ പിടിയിൽ. കീടനാശിനികൾ കൃഷിവകുപ്പിന് കൈമാറി. കോവിഡ് വ്യാപന സാഹചര്യത്തിൽ തൃക്കാക്കരയിലും പശ്ചിമ കൊച്ചിയിലും അരിയും ഭക്ഷണവും എത്തിച്ച് HLL-ഉം നന്മ ഫൗണ്ടേഷനും. പശ്ചിമ കൊച്ചിയിൽ ഭക്ഷണം വിതരണം ചെയ്യുന്നത് പോലീസിന്റെ സഹായത്തോടെ. MG റോഡിലും സഹായം എത്തിക്കുന്നുണ്ടെന്നും ലോക്ഡൌൺ തീരുന്നതുവരെ സേവനം തുടരുമെന്നും ഫൗണ്ടേഷൻ. എറണാകുളം ജില്ലയിലെ ഓണക്കൂറിൽ MCYM-ന്റെ നേതൃത്വത്തിൽ അണുനശീകരണം. കടകളിലും പൊതുസ്ഥലങ്ങളിലും അണുനാശിനി തെളിച്ചത് ഓണക്കൂർ മലങ്കര കത്തോലിക്ക പള്ളിയിലെ യുവജനങ്ങൾ. പഞ്ചായത്ത് ആരോഗ്യവകുപ്പിന്റെ സഹകരണത്തോടെയായിരുന്നു പരിപാടി. എറണാകുളം ജനറൽ ആശുപത്രിയിൽ കോവിഡ് ബ്ലോക്ക് ആരംഭിക്കും. 6 ICU ബെഡുകൾ ഉൾപ്പെടെ 102 ഓക്സിജൻ ബെഡുകൾ സജ്ജമാക്കും. ജനറൽ ആശുപത്രിയിലെ സൂപ്പർ സ്പെഷ്യാലിറ്റി ബ്ലോക്കാണ് കോവിഡ് ബ്ലോക്കാക്കി മാറ്റുന്നത്. ആലുവയിൽ പരിശോധന ശക്തമാക്കി പോലീസ്. ഇന്നലെ നടത്തിയ പരിശോധനയിൽ ലോക്ഡൌൺ ലംഘനവുമായി ബന്ധപ്പെട്ട് രജിസ്റ്റർ ചെയ്തത് 221 കേസുകൾ. 76 പേർ അറസ്റ്റിൽ. 127 വാഹനങ്ങൾ പിടിച്ചെടുത്തു. തൃശൂർ ജില്ലയിൽ 9 ആരോഗ്യ പ്രവർത്തകർ ഉൾപ്പെടെ 3282 പേർക്ക് കൂടി കോവിഡ്. 3257 പേർക്ക് സമ്പർക്ക രോഗബാധ. ജില്ലയിൽ ഇന്ന് 2161 പേർക്ക് രോഗമുക്തി. പാലക്കാട് ജില്ലയിൽ 695 ലിറ്റർ വാഷ് പിടികൂടി. വല്ലപ്പുഴ, മാട്ടായ, കുഞ്ഞിക്കുർശി എന്നിവിടങ്ങളിൽ എക്സൈസ് നടത്തിയ പരിശോധനയിലാണ് വാഷ് പിടികൂടിയത്. പ്രതികൾക്കായി അന്വേഷണം ഊർജിതമാക്കി പോലീസ്. പാലക്കാട് ജില്ലയിൽ 2959 പേർക്ക് കൂടി കോവിഡ്. 1330 പേർക്ക് സമ്പർക്കത്തിലൂടെ രോഗബാധ. 1611 പേരുടെ രോഗ ഉറവിടം അവ്യക്തം. പാലക്കാട് ജില്ലയിലെ ചാലിശ്ശേരി പഞ്ചായത്ത് ആരംഭിച്ച കമ്മ്യൂണിറ്റി കിച്ചണിലേക്ക് സാമ്പത്തിക സഹായം നൽകി GCC ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ്. GCC ക്ലബ് പ്രസിഡന്റ് ഷാജഹാൻ നാലകത്ത് പഞ്ചായത്ത് പ്രസിഡന്റ് AV സന്ധ്യയ്ക്ക് സഹായം കൈമാറി.
പാലക്കാട് ജില്ലയിലെ മണ്ണാർക്കാട് താലൂക്ക് ആശുപത്രിയിലേക്ക് ഒന്നാംഘട്ട ജീവൻ രക്ഷാ ഉപകരണങ്ങൾ കൈമാറി മണ്ണാർക്കാട് യൂത്ത് ലീഗ് കമ്മിറ്റി. മണ്ണാർക്കാട് MLA ഷംസുദ്ദീന്റെ ചലഞ്ചിന്റെ ഭാഗമായാണ് പരിപാടി സംഘടിപ്പിച്ചത്. പാലക്കാട് ജില്ലയിലെ കണ്ടെയ്ൻമെന്റ് സോണുകളിൽ നാളെ മുതൽ 3 ദിവസത്തേക്ക് മൃഗങ്ങളെ അറുക്കൽ, മാംസവിതരണം എന്നിവ പൂർണ്ണമായും നിരോധിച്ചു. കണ്ടെയ്ൻമെന്റ് സോൺ അല്ലാത്ത സ്ഥലങ്ങളിൽ പരിമിതമായ ജീവനക്കാരെ ഉൾപ്പെടുത്തി അറവശാലകൾ പ്രവർത്തിക്കാം. ലോക്ഡൌൺ നിയന്ത്രണങ്ങൾക്കിടയിൽ മേലങ്ങാടി വാർഡിൽ എല്ലാ വീട്ടുകാർക്കും ഭക്ഷ്യക്കിറ്റ് വിതരണം ചെയ്ത് കൌൺസിലർ. 400 വീടുകളിൽ കിറ്റ് എത്തിച്ചത് 32ാം വാർഡ് കൌൺസിലറും നഗരസഭാ ക്ഷേമകാര്യ സ്ഥിരം സമിതി അധ്യക്ഷനുമായ അഷ്റഫ് മാടാൻ. മലപ്പുറം ജില്ലയിലെ വേങ്ങര നിയോജക മണ്ഡലത്തിന്റെ കോവിഡ് അവലോകന യോഗം നടന്നു. ഓൺലൈനായി സംഘടിപ്പിച്ച യോഗത്തിൽ പഞ്ചായത്ത് പ്രസിഡന്റുമാർ, ജനപ്രതിനിധികൾ, ആരോഗ്യ പ്രവർത്തകർ തുടങ്ങിയവർ പങ്കെടുത്തു. മലപ്പുറത്ത് കർശന നിയന്ത്രണങ്ങൾ. 3 ദിവസത്തിനിടെ മാസ്ക് ധരിക്കാത്തതിന് കേസെടുത്തത് 3850 പേർക്കെതിരെ 453 വാഹനങ്ങൾ പിടിച്ചെടുത്തു. പോലീസ് നിയന്ത്രണങ്ങൾ കർശനമാക്കുന്നത് ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്ക് ഉയരുന്ന സാഹചര്യത്തിൽ. കോഴിക്കോട് ജില്ലയിൽ 3927 പേർക്ക് കൂടി കോവിഡ്. 3842 പേർക്ക് സമ്പർക്ക രോഗബാധ. 81 പേരുടെ രോഗ ഉറവിടം വ്യക്തമല്ല. ജില്ലയിൽ ഇന്ന് 4890 പേർക്ക് രോഗമുക്തി. കോഴിക്കോട് ജില്ലയിൽ കോവിഡ് ബാധിതർക്ക് ഓക്സിജൻ ലഭ്യത ഉറപ്പാക്കുന്നതിനായി തദ്ദേശ സ്ഥാപനങ്ങൾ ഓക്സിജൻ കോൺസെൻട്രേറ്ററുകൾ വാങ്ങും. കോർപ്പറേഷൻ 25 എണ്ണവും, മുനിസിപ്പാലിറ്റികൾ 5 എണ്ണവും, ഗ്രാമപഞ്ചായത്തുകൾ 2 എണ്ണം വീതവുമാകും വാങ്ങുക. കോഴിക്കോട് വടകരയിൽ പുറത്തിറങ്ങി നടന്ന കോവിഡ് ബാധിതനെ പിടികൂടി വീട്ടിലെത്തിച്ച് പോലീസ്. രോഗിയെ കണ്ടെത്തിയത് നാട്ടുകാർ. ജില്ലാ പോലീസ് മേധാവിക്ക് നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിൽ നടത്തിയ തെരച്ചിലിൽ ഇയാൾ പുറത്തിറങ്ങിയത് വീട്ടിൽ നിരീക്ഷണത്തിൽ കഴിയുന്നതിനിടെ. കോഴിക്കോട് നഗരത്തിൽ തെരുവ് നായകൾക്ക് ആഹാരമൊരുക്കി സന്നദ്ധ സംഘടനയായ കെയർ കാലിക്കറ്റ്. സൗത്ത് ബീച്ച്, വെസ്റ്റ് ഹിൽ, ചുങ്കം, ജയിൽ റോഡ്, ചാലപ്പുറം എന്നിവിടങ്ങളിലാണ് പ്രവർത്തനം. പദ്ധതി നടപ്പിലാക്കുന്നത് തെരുവ് നായകളെ ശുശ്രൂഷിക്കുന്ന അനിമൽ റെസ്ക്യൂ ഗ്രൂപ്പുമായി സഹകരിച്ചു. കണ്ണൂർ ജില്ലയിൽ 50 ആരോഗ്യ പ്രവർത്തകർ ഉൾപ്പെടെ 2085 പേർക്ക് കൂടി കോവിഡ്. 1981 പേർക്ക് സമ്പർക്ക രോഗബാധ. ജില്ലയിൽ ഇന്ന് 1930 പേർക്ക് രോഗമുക്തി. കാസർഗോഡ് ജില്ലയിൽ 963 പേർക്ക് കൂടി കോവിഡ്. 931 പേർക്ക് സമ്പർക്ക രോഗബാധ. ജില്ലയിൽ ഇന്ന് 122 പേർക്ക് രോഗമുക്തി. കാസർഗോഡ് ജില്ലയിൽ ലോക്ഡൌണിൽ മാസ്ക് ഇടാതെ പുറത്തിറങ്ങിയതിന് 1043 പേർക്കെതിരെ കേസെടുത്ത് പോലീസ്. കോവിഡ് മാർഗനിർദ്ദേശങ്ങൾ ലംഘിച്ച 27 പേർക്കെതിരെയും കേസ്. മാസ്ക് ധരിക്കാത്തതിന് ഇതുവരെ പിഴ ഈടാക്കിയത് 1,14,701 പേരിൽ നിന്നും. വീണ്ടും 100 ന്യൂസിലേക്ക് നോക്കാം. എന്റർടൈൻമെന്റ് ന്യൂസ്. ടോം ഹാർഡി കേന്ദ്ര കഥാപാത്രമായി എത്തുന്ന ഹോളിവുഡ് ചിത്രം വെനം 2ാം പതിപ്പിന്റെ ട്രെയിലർ പുറത്ത്. ആൻഡി സർക്കിസ് സംവിധാനം ചെയ്യുന്ന ചിത്രം സെപ്റ്റംബർ 24-ന് തിയേറ്ററുകളിലെത്തും. ലോക്ഡൌണിൽ വീഡിയോ ആൽബവുമായി പാലക്കാട് കരിമ്പ സ്വദേശികളായ സഹോദരങ്ങൾ അഷിക രഞ്ജിത്ത്, മൃദുൽ സുരേഷ്, മിഥുൻ സുരേഷ് എന്നിവരാണ് മതിയായി എന്ന വീഡിയോയ്ക്ക് പിന്നിൽ. ഫാക്ട് ചെക്ക്. 24ന്റെ സ്ക്രീൻഷോട്ട് ഉപയോഗിച്ച് സമൂഹ മാധ്യമങ്ങളിൽ വ്യാജ പ്രചാരണം. ഡിഷ് ആന്റണിയുടെ LNPക്ക് അമിത വില ഈടാക്കുന്നത് ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട് എന്ന പേരിലാണ് പ്രചാരണം. വ്യാജ സ്ക്രീൻഷോട്ടിലുള്ളത് 24ന്റെ ഫോണ്ടല്ല. 24 ഇത്തരമൊരു വാർത്ത സംപ്രേഷണം ചെയ്തിട്ടില്ല. LDF വിജയദിനത്തിൽ ഐക്യദാർഢ്യം അറിയിച്ച രമേശ് ചെന്നിത്തല എന്ന പേരിൽ വ്യാജ പ്രചാരണം. ചെന്നിത്തല മെഴുകുതിരി കത്തിക്കുന്ന ദൃശ്യം ഉപയോഗിച്ചാണ് പ്രചാരണം. യഥാർത്ഥത്തിൽ ഉയർന്ന വൈദ്യുതി ബില്ലിനെതിരെ കഴിഞ്ഞ വർഷം UDF സംഘടിപ്പിച്ച ലൈറ്റ്സ് ഓഫ് കേരള ക്യാമ്പയിന്റെ ചിത്രമാണ് തെറ്റായി പ്രചരിപ്പിക്കുന്നത്. 12 വയസ്സിന് മുകളിലുള്ള കുട്ടികൾക്ക് കോവാക്സിൻ കുത്തിവയ്പ്പിന് അനുമതിയുണ്ടോ? സത്യാവസ്ഥയിലേക്ക്. രാജ്യത്ത് 12 വയസ്സിന് മുകളിലുള്ള കുട്ടികൾക്കും കോവിഡ് പ്രതിരോധ കുത്തിവയ്പ്പിന് അനുമതി നൽകിയെന്ന തലക്കെട്ടോടെയാണ് വാർത്തകൾ പ്രചരിക്കുന്നത്. ഭാരത് ബയോടെക്കിന്റെ കോവാക്സിന് അനുമതി നൽകിയെന്നും ഇന്ത്യക്കാർക്കായി ഒരു ശുഭവാർത്ത എന്നുമാണ് പ്രചരിക്കുന്ന വാർത്തകൾ. എന്നാൽ വാർത്തകൾ നിഷേധിച്ച് കേന്ദ്ര സർക്കാർ തന്നെ രംഗത്തെത്തി. 12 വയസ്സിന് മുകളിലുള്ള കുട്ടികൾക്ക് കോവിഡ് വാക്സിനേഷനോ കോവാക്സിനോ അനുമതി നൽകിയിട്ടില്ലെന്ന് പ്രസ് ഇൻഫർമേഷൻ ബ്യൂറോ വ്യക്തമാക്കി. നിലവിൽ രാജ്യത്ത് 18 വയസ്സിന് മുകളിലുള്ളവർക്ക് മാത്രമാണ് വാക്സിനേഷൻ നൽകുന്നത്. കുട്ടികൾക്ക് കോവിഡ് ബാധിക്കുമെന്നതിനാൽ വാക്സിൻ നൽകണമെന്ന അഭിപ്രായങ്ങൾ ഉയരുന്നുണ്ടെങ്കിലും
അനുമതി നൽകുന്നതിൽ അനിശ്ചിതത്വം തുടരുകയാണ്. ഇപ്പോൾ കിട്ടിയത് ഇസ്രയേലിൽ ഗസയുടെ റോക്കറ്റ് ആക്രമണം. തെക്കൻ നഗരമായ അഷ്കലോണിൽ 2 സ്ത്രീകൾ കൊല്ലപ്പെട്ടു, നിരവധി പേർക്ക് പരുക്ക്. ഹരിയാനയിലെ രേവാരി ജയിലിൽ നിന്ന് രക്ഷപ്പെട്ട തടവുകാർ പിടിയിൽ അറസ്റ്റായത്. കോവിഡ് ബാധിതരായ 5 പേർ. ഈ മാസം 8, 9 തീയതികളിലാണ് ഇവർ ജയിൽ ചാടിയത്. ഗോവയിൽ ഓക്സിജൻ ടാങ്കർ ചോർന്ന അപകടം. സൗത്ത് ഗോവ ആശുപത്രിക്ക് സമീപമാണ് ഓക്സിജൻ ടാങ്കർ ചോർന്നത്. ഫയർഫോഴ്സ് സ്ഥലത്തെത്തി വാതക ചോർച്ച പരിഹരിച്ചു. ഉത്തർപ്രദേശിൽ അധ്യാപകർക്കായുള്ള യോഗ്യതാ പരീക്ഷ മാറ്റിവെച്ചു. നടപടി കോവിഡ് വ്യാപനം കണക്കിലെടുത്ത് പുതുക്കിയ തീയതി പിന്നീട് അറിയിക്കും. ഉത്തരാഖണ്ഡ് ദേവപ്രയാഗിൽ മേഘവിസ്ഫോടനം. നിരവധി കടകൾക്ക് കേടുപാടുകൾ സംഭവിച്ചു. ലോക്ഡൌൺ ആയതിനാൽ ആളപായം റിപ്പോർട്ട് ചെയ്തിട്ടില്ല. രക്ഷാപ്രവർത്തനം തുടരുകയാണ്. ന്യൂസ് പൂർത്തിയാകുന്നു.